വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായതായി നേതൃത്വം അവകാശപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാറിന് മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല കൊടുത്തു. മണ്ഡലം പ്രസിഡന്റിനെ സഹായിക്കാൻ 6 അംഗ സമിതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളെല്ലാം നേതാക്കൾ അംഗീകരിച്ചതായി സജീവ് ജോസഫ് MLA 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സുർജിത്ത് അയ്യപ്പതി വാർത്തയുമായി നമുക്കൊപ്പം ചേരും. ആദ്യം നമുക്കൊരു പ്രതികരണത്തിലേക്ക് കടക്കാം. വയനാട് ജില്ലയിലെ മുള്ളൻകൊല്ലി മണ്ഡലത്തിൽ ചെറിയ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വയനാട് DCC പ്രസിഡന്റ് ശ്രീ ബി അപ്പച്ചൻ, HC ബാലകൃഷ്ണൻ MLA, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് തുടങ്ങിയ എല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ആ യോഗങ്ങളൊക്കെ തന്നെയും പാർട്ടിയിൽ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ധാരണയിലെത്തുകയായിരുന്നു. അതനുസരിച്ച് ഈ അടുത്ത കാലത്ത് 6-7 പേർക്കെതിരെ DCC നടപടി സ്വീകരിച്ചിരുന്നു. അവർക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ഉണ്ടായ തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് സന്നദ്ധമാകാൻ വേണ്ടി തീരുമാനിച്ചു. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്. SKN മുള്ളൻകൊല്ലിയിൽ അസാധാരണ സംഭവവികാസങ്ങളാണ് കോൺഗ്രസിനകത്ത് നടന്നത്. മണ്ഡലം വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുക, ഒരു അവിടുത്തെ നേതാവായ മാത്രമല്ല ജനപ്രതിനിധി കൂടിയായ വാർഡംഗം കൂടിയായ ജോസ് നെല്ലയിടത്തെ ആത്മഹത്യയിലേക്ക് എത്തിക്കുക, അത്തരം അസാധാരണമായ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളിലൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മുള്ളൻകൊല്ലിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശമാണ് AICCയും KPCCയും നൽകിയത്. കാരണം രാജ്യം ശ്രദ്ധിക്കുന്ന ജില്ലയാണ്, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം. അത്തരത്തിലുണ്ടായിരുന്ന ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ ദേശീയ തലത്തിൽ തന്നെ കിട്ടും. അവിടെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ. സ്വാഭാവികമായി അതിൽ ഇടപെടൽ വേണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സജീവ് ജോസഫ് MLAയെയും ഒപ്പം തന്നെ ജമീല ആലിപ്പറ്റയെയും ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയത്. ഈ ചുമതലയിൽ നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള യോഗങ്ങൾ ചേർന്നു. ആ യോഗത്തിനൊടുവിലാണ് ഇപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആർ രാജേഷ് കുമാറിന് മണ്ഡലത്തിന്റെ ചുമതല നൽകി. അതായത് ഇപ്പോൾ നിലവിൽ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കും വരെ 6 അംഗ സമിതി, മൊത്തം 7 പേർ, ഈ മണ്ഡലം പ്രസിഡന്റിന്റെ ഇൻചാർജ് അടക്കം മൊത്തം 7 പേരാകും ഉണ്ടാവുക. അതിൽ 2 വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമവായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ നെല്ലയിടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പും എല്ലാം തന്നെ വലിയ രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരണങ്ങൾ നടന്നിരുന്നു. അത്തരത്തിലുള്ള പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല അടുത്ത മാസം 3-ാം തീയതി മുള്ളൻകൊല്ലിയിൽ ഒരു വിപുലമായ പൊതുയോഗവും മണ്ഡലം കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ, ബൂത്ത് തല നേതാക്കളുടെ അടക്കം യോഗവും വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തങ്കച്ചനെ ജയിലിലടച്ച സംഭവത്തിലും ജോസ് നെല്ലയിടത്തിന്റെ ആത്മഹത്യയിലും ഈ സത്യസന്ധമായ രീതിയിലുള്ള അന്വേഷണം, പോലീസ് അന്വേഷണം വേണം. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നെല്ലയിടത്തിന്റെ ആത്മഹത്യക്ക് തൊട്ട് മുമ്പായി CPIM നടത്തിയ പൊതുയോഗമുണ്ട്. ആ പൊതുയോഗത്തിൽ വളരെ മോശമായ രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.